ഇൻഡോർ വെക്കുന്ന ചെടികളുടെ ഇലകൾ മഞ്ഞയാവാറുണ്ട്. അതുപോലെ തന്നെ ലീവ്സിൻ്റെ അറ്റങ്ങളും തുമ്പുകളൊക്കെ ബ്രൗൺ കളർ ആവുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ റീസൺസും അതിനൊക്കെ പറ്റിയ സൊല്യൂഷൻസും ആണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ലവ് മൈ ട്രൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം ലൊക്കേഷൻ ചേഞ്ച് ആയിരിക്കും. നമ്മൾ പുറത്ത് നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരുന്നൊരു ചെടി നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസം അകത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലൊക്കേഷൻ ചേഞ്ച് കാരണം കൊണ്ട് ഒരു സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അകത്തേക്ക് എടുത്ത് വെച്ച് പെട്ടെന്ന് തന്നെ അതിനൊരു വാട്ടം അല്ലെങ്കിൽ ലീവ്സൊക്കെ ഇങ്ങനെ മഞ്ഞാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അകത്തോട്ട് കൊണ്ടുവന്ന് അതിന് ആ ഒരു സ്ട്രെസ്സ് കൊടുക്കാതെ പതിയെ അകത്തെ ഒരു എൻവയോൺമെൻറ്റായിട്ട് അതിനെ അഡ്ജസ്റ്റ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് വെക്കാതെ അത്യാവശ്യം പുറത്തെ പോലത്തെ തന്നെ വെളിച്ചം കിട്ടുന്ന ഒരു വിൻഡോയുടെ സൈഡിലേക്ക് എങ്ങാനും മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ അതിനവിടെ കുഴപ്പമില്ലെന്ന് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ പോലെ അങ്ങനെ സ്ഥലങ്ങൾ മാറ്റി അങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് തന്നെ ഒട്ടും വെളിച്ചില്ലാത്തൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ചെടികൾക്കാണ് നല്ലത്. നമുക്കാണെങ്കിലും വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഹോസ്റ്റലിലേക്കൊക്കെ മാറി നിൽക്കേണ്ടി കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും വിഷമം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് ചെടികളുടെയും കാര്യം. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം മോയ്സ്ചർ സ്ട്രെസ് ആണ്. മോയ്സ്ചർ സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവർ വാട്ടറിങ് അല്ലെങ്കിൽ അണ്ടർ വാട്ടറിങ്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് വെക്കുന്ന ചെടികൾ നമ്മൾ ശ്രദ്ധിച്ച് നനയ്ക്കാൻ പാടുള്ളൂ. അത് ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസിൽ പറയുന്നതാണ്. നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇൻഡോർ നമ്മൾ വെക്കുന്ന ചെടികൾ. കാരണം ഡയറക്റ്റായിട്ട് വെയിലടിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കില്ല നമ്മൾ എന്തായാലും വീടിൻ്റെ ഉള്ളിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോയിലിൻ്റെ കൺസിസ്റ്റൻസിയുടെ പ്രത്യേകത കാരണം കൊണ്ട് ചിലപ്പോൾ വെള്ളം കെട്ടി നിന്നേക്കും. അതായത് കൂടുതൽ ക്ലേ മിക്സ് ഉള്ളതോ അല്ലെങ്കിൽ ഗാർഡൻ സോയിൽ ഒരുപാട് കൂടുതലുള്ള മണ്ണാണ് നമ്മൾ അകത്തെ ചെടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസത്തിൽ അല്ലെങ്കിൽ 4-5 മാക്സിമം ദിവസത്തിൽ ഈ മണ്ണ് ഉണങ്ങാതെ കൂടുതൽ ദിവസം ഇങ്ങനെ നനവ് നന്നായിട്ട് നിൽക്കും. നനവ് ഇൻ ദ സെൻസ് വെള്ളം തന്നെ നന്നായിട്ട് നിൽക്കുന്ന പോലെ തന്നെ തോന്നും. അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിൽ അതിൻ്റെ ലീവ്സ് പതുക്കെ യെല്ലോ ആവാൻ തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ അണ്ടർ വാട്ടറിങ് എന്ന് പറയുമ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പതിയെ ലീവ്സ് യെല്ലോ ആവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെൽ ഡ്രെയിനിങ് ആയിട്ടുള്ള സോയിൽ എടുക്കാൻ നോക്കുക. നനവ് നിന്നാൽ മതി, എന്നാൽ വെള്ളം നിൽക്കാത്ത തരത്തിലുള്ള മണ്ണെടുക്കാൻ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ പ്രോപ്പറായിട്ട് മണ്ണ് നനയുന്ന രീതിയിൽ നനയ്ക്കുക. അതുപോലെ ട്രേയിൽ വെള്ളം വരുന്നത് വരെ നനയ്ക്കുക. അതിനുശേഷം ആ ട്രേയിലത്തെ വെള്ളം നമ്മൾ കളയാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ മണ്ണ് എന്താ പറയുക ചട്ടി ട്രേയിലത്തെ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ മണ്ണ് എപ്പോഴും നനഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോഴും ഈ സെയിം പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മണ്ണ് നമ്മുടെ വിരലൊന്ന് മണ്ണിലൊന്ന് അമർത്തി നോക്കുക. വശമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നനയ്ക്കാൻ മറന്നു പോകരുത്. നല്ലപോലെ ഡ്രൈ ആയി ഉണങ്ങി കട്ട പിടിച്ചിരിക്കുന്നവരെയും മണ്ണ് ഉണങ്ങാനായിട്ട് നമ്മൾ അനുവദിക്കാതിരിക്കുക. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം വരുന്നത് റൂട്ട് ബൗണ്ട് ആവുന്നതാണ്. ഈ ചെടിയുടെ റൂട്ട്സ് ആ ചട്ടിയിൽ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് സോയിലും കുറവായിരിക്കും. അപ്പോൾ ഈ റൂട്ട്സിന് ആവശ്യത്തിന് വെള്ളം എടുക്കാനോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ചെടിയിലേക്ക് വലിച്ചെടുക്കാനോ ആയിട്ടുള്ള കഴിവ് കുറയും, നന്നായിട്ട് റൂട്ട്സ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ആ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടീനെ ഒന്ന് പതുക്കെ പോട്ടെന്ന് ഒന്ന് പൊന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിറയെ റൂട്ടായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് തിരിച്ച് വെക്കുക, 2 ചട്ടിയിലായിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു ചട്ടിയിലേക്ക് അത് മാറ്റി വെക്കുക. ഇനി നാലാമത്തെ ഒരു പ്രശ്നം റൂട്ട്സ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. റൂട്ട് ഡാമേജ് ഉണ്ടാവുന്നതാണ് നാലാമത്തെ ഒരു പ്രശ്നം. അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊന്തിച്ച് നോക്കുമ്പോൾ റൂട്ട്സിൻ്റെ വശത്തുനിന്ന് ചീത്ത മണം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് അഴുകി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റൂട്ട്സ് ചീത്തയാവാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് ആ റൂട്ട്സ് ചീത്തയാവാൻ തുടങ്ങിയ ആ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഒട്ടും പറ്റാത്ത റൂട്ട്സ് മൊത്തത്തിൽ ചീത്തയായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടി കളയാൻ തന്നെ നമുക്ക് നിവൃത്തിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചീത്തയാവാൻ തുടങ്ങിയ വശങ്ങൾ കട്ട് ചെയ്തിട്ട് ആ മണ്ണ് മാറ്റി ഫ്രഷ് ആയിട്ടുള്ള പോട്ടിംഗ് സോയിലിൽ നമ്മൾ ഈ ചെടി നട്ട് ശ്രദ്ധിച്ച് നനയ്ക്കുക. ഈ അഞ്ചാമത്തെ ഒരു കാര്യം ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ആയിരിക്കും. എല്ലാ ചെടികൾക്കും നമ്മൾ മനുഷ്യർക്കാണെങ്കിലും നമുക്ക് വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ. അതുപോലെ തന്നെ ചെടികൾക്കാണെങ്കിലും ന്യൂട്രിയൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ന്യൂട്രിയൻസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നൊക്കെ അത്യാവശ്യത്തിന് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഫെർട്ടിലൈസേഴ്സ് കൊടുത്തിട്ടാണ് അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പം റെഗുലർ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെടികൾ പതുക്കെ അവരുടെ ലീവ്സ് മഞ്ഞയായിട്ട് വരാൻ തുടങ്ങും. മഞ്ഞയാവുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം ചെടികൾക്ക് ഹെൽപ്പ് വേണമെന്നാണ്. അപ്പം ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയും അതിനൊരു കാരണമാണ്. അപ്പോൾ
റെഗുലറായിട്ട് ഒരു 2-3 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സെങ്കിലും കൊടുക്കാൻ നോക്കാം. അപ്പോൾ വീട്ടിലത്തെ തന്നെ വീട്ടിലെ ഉള്ളിത്തൊണ്ടും അല്ലെങ്കിൽ മുട്ടത്തോട് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണെങ്കിൽ നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള പ്രോപ്പർ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യം ലാക്ക് ഓഫ് ലൈറ്റ് ആയിരിക്കും. വെളിച്ചം ഒട്ടും തീരെ കിട്ടാത്ത ഒരു സ്ഥലത്താണ് നമ്മുടെ ചെടി ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇതുപോലെ പതുക്കെ ലീവ്സ് യെല്ലോ ആവാൻ തുടങ്ങും. അപ്പോൾ തീരെ വെളിച്ചം കിട്ടാത്തോടത്തല്ല, എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് അല്പമെങ്കിലും വെളിച്ചമുള്ള സ്ഥലത്ത് നമ്മൾ ചെടികൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഏജിങ്. ഒരുപാട് പഴയ ഇലകൾ മഞ്ഞയായി കൊഴിഞ്ഞു വീഴുന്നത് സാധാരണയായിട്ടൊരു കാര്യമാണ്. പക്ഷെ അത് ഒരുപാട് നാളായിട്ടുള്ള ഇലകളായിരിക്കണം. ഇനി നമ്മൾ അടുത്തത് ലീവ്സിൻ്റെ തുമ്പുകൾ എന്തുകൊണ്ടാണ് ബ്രൗൺ കളർ ആവുന്നത്, അതുപോലെ തന്നെ എഡ്ജസ് അറ്റങ്ങളും ബ്രൗൺ കളർ ആവുന്നതിൻ്റെ റീസൺസും സൊല്യൂഷൻസും നോക്കാം. ഏറ്റവും ആദ്യത്തെ പ്രശ്നം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വാട്ടറിംഗ് ആണ്. നമ്മൾ ചെടികൾ നനയ്ക്കുമ്പോൾ അതിന് പ്രോപ്പർ സിസ്റ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു തവണ നന്നായിട്ട് നനച്ചു, അതിനുശേഷം മണ്ണ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചു, പിന്നെ ഇച്ചിരി നാൾ കഴിഞ്ഞിട്ട് അല്പം വെള്ളം ഒഴിച്ചു. അങ്ങനെ ഒരു റെഗുലർ അല്ലാത്ത നനയാണെന്നുണ്ടെങ്കിൽ അതിന് തുമ്പൊക്കെ ഇങ്ങനെ ഉണങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കുറച്ച് നാളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ചെടിയുടെയും മണ്ണിൻ്റെ അവസ്ഥ എന്താണ്, എത്ര നാൾ കൂടുമ്പോഴാണ് അത് ഉണങ്ങുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ നനയ്ക്കുന്ന ആ ഒരു ഇൻ്റർവെല്ല് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ 4-5 ദിവസം കൂടുമ്പോഴാണ് അതിൻ്റെ മണ്ണ് ഉണങ്ങുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ സ്ഥിരമായിട്ടൊരു 5 ദിവസമൊക്കെ കൂടുമ്പോൾ തന്നെ നനയ്ക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും ലീവ്സ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രീൻ ആയിട്ട് തന്നെ ഇരിക്കും. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം വരുന്നത് ഇതിൻ്റെ സൈഡ്സ്, അതായത് ഇലയുടെ സൈഡ്സൊക്കെ ഇതുപോലെ ബ്രൗൺ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി ക്രിസ്പി ആയിട്ടിരിക്കുന്നതിൻ്റെ റീസണാണ് ഞാൻ പറയുന്നത്. അതായത് അതിന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലത്തെ എയർ ഭയങ്കര ഡ്രൈ ആയിരിക്കും, അപ്പോൾ ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവായിരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ കലാത്തിയ പോലത്തെ ചെടികളുടെ ഇലകൾ നമുക്ക് അതുപോലെ കാണാൻ പറ്റും. സൈഡ്സൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഇങ്ങനെ കരിയുന്ന പോലെ ഉണങ്ങി ഇങ്ങനെ വരുന്ന കാണാം സൈഡ്സൊക്കെ. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. അതായത് നമ്മുടെ എയറിലത്തെ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് ഭയങ്കര കുറവാകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ചെടി നമ്മൾ നനയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇലകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടികൾ ഇരിക്കുന്ന ട്രേയിൽ നമുക്ക് പെബിൾസ് ഇട്ട് കൊടുക്കാം. പെബിൾസ് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ഈ പെബിളിൻ്റെ മോൾവശം ചെടിച്ചട്ടീനെ തൊടാത്ത രീതിയിൽ വേണം. അതായത് പെബിൾസിൻ്റെ മോൾവശം വരെ വെള്ളം നിറയ്ക്കാൻ പാടില്ല. അപ്പോൾ അത് നേരെ ചട്ടിയിൽ മണ്ണ് നനയാനായിട്ട് ഇടവരുത്തും. അപ്പോൾ അങ്ങനെയല്ലാതെ പെബിൾസ് ഇട്ടിട്ട് പെബിൾസിൻ്റെ താഴ്വശത്തേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് പെബിൾസിൻ്റെ മുകളിലേക്കായിട്ട് ചട്ടി കയറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻച്വലി ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം പതുക്കേനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഈ ചെടിയുടെ ചുറ്റും കുറച്ച് മോയ്സ്ചർ നിലനിർത്താനായിട്ട് സഹായിക്കും. അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കൂട്ടത്തോടു കൂടെ ചെടികൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിൻ്റെയും നനവ് കാരണം കൊണ്ട് അതിങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് ചുറ്റും നിൽക്കുന്ന ചെടികൾക്ക് എല്ലാത്തിനും ഒരു മോയ്സ്ചർ, അതിൻ്റെ എയറിൽ ഒരു മോയ്സ്ചർ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ബ്രൗൺ ലീവ്സ് ആവുന്നതിൻ്റെ അടുത്ത ഒരു റീസൺ പറയുന്നത് സോൾട്ട് ബിൽഡപ്പ് ആണ്. സോൾട്ട് ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെടികളുടെ മണ്ണിൽ നമുക്ക് ചില സമയങ്ങളിലൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ വെള്ള കളറിൽ ചെറിയ കുത്തുകൾ പോലെ മണ്ണിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ചില സമയത്ത്. അത് സോൾട്ട് ബിൽഡപ്പ് ആണ്. അതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ ഈ ചെടികൾക്കാണെങ്കിലും അല്പം ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് നാളത്തേക്ക് നിൽക്കും. ഈ ചെടി വേഗം വളരാൻ വേണ്ടിയിട്ട് ഈ ബിഗിനേഴ്സൊക്കെ കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് പെട്ടെന്ന് ഇടവിട്ട് കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ മണ്ണിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോവും. എന്നിട്ട് സോൾട്ട് ബിൽഡപ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോക്സിൻ്റെ ബാക്കിലായിട്ട് എഴുതിയിട്ടുണ്ടാവും എങ്ങനെയാണ്, എത്ര നാൾ ഇടവിട്ടിട്ടാണ് കൊടുക്കേണ്ടത്, എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി. അല്ലാണ്ട് കൂടുതൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യേ അല്ലെങ്കിൽ കൂടുതൽ ഇടവിട്ടൊന്നും പെട്ടെന്നൊന്നും കൊടുക്കാൻ പാടില്ല. പക്ഷേ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ ഇത്രയും പ്രശ്നം വരുന്നില്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനാണ് ഈ പ്രശ്നം കൂടുതൽ വരുന്നത്. ഇനി അടുത്ത ഒരു റീസൺ പറയുന്നത്, കൂടുതൽ വെയിൽ അടിക്കുമ്പോൾ ഈ പ്രശ്നം വന്നേക്കും. ഇപ്പോൾ നമ്മൾ വിൻഡോയുടെ സൈഡിൽ വെക്കണം എന്ന് പറഞ്ഞു അല്പം വെളിച്ചം കിട്ടാൻ വേണ്ടി. പക്ഷേ എന്നാൽ സൺലൈറ്റ് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ
ഈ ചെടികളുടെ ഇലകൾ ഇതുപോലെ കരിയാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത് വെക്കുക, അവിടെ കൂടുതൽ വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കുക, അല്ലെങ്കിൽ കുറവ് വെയിലാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റി വേറെ സ്ഥലത്ത് വെക്കുക. അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ അതിനൊരു പൊസിഷൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ മഞ്ഞാവുന്ന ലീവ്സ് അല്ലെങ്കിൽ ഇതുപോലെ ബ്രൗൺ ടിപ്സ് അല്ലെങ്കിൽ ബ്രൗൺ ആവുന്ന ലീവ്സ് ഒക്കെ നമ്മൾ വേഗം കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം. എന്തായാലും തിരിച്ചത് ഗ്രീൻ ലീവ്സ് ആവില്ല. അപ്പോൾ നമ്മളത് വേഗം കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചെടി അതിൻ്റെ ന്യൂട്രിയൻസ് ആ ലീവ്സിലേക്കും കൂടെ ഒന്ന് കൊടുത്ത് അവരൊന്ന് ശരിയാക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ആ ചെടിയുടെ നോർമലായിട്ടുള്ള ന്യൂട്രിയൻസ് ബാക്കി ഭാഗങ്ങളിലേക്ക് ഫ്ലറിഷ് ആവാനുള്ള ന്യൂട്രിയൻസ് എടുത്തിട്ടാണ് ഇവർക്കും വീണ്ടും വീണ്ടും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവതിൽ അത് കുറയും. അപ്പോൾ നമ്മൾ കരിയുന്ന ലീവ്സും അതുപോലെ യെല്ലോ ആവുന്ന ലീവ്സൊക്കെ വേഗം തന്നെ കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻഡോർ നമ്മൾ ചെടികൾ വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അകത്ത് വെക്കുന്ന ചെടികൾ എന്തായാലും നശിച്ചു പോകും. ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്തായാലും ഉള്ളിൽ വെക്കുന്ന ചെടികളാണെങ്കിൽ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോയിന്റ്സും ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിലും വിട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസിലൊന്ന് ചോദിച്ചേക്കണം കേട്ടോ. ഇത് എന്നോട് ഒരുപാട് പേര് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാം. നമുക്ക് ഇനി നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.